നമസ്കാരം. ജനവികാരം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ് എന്നും നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും സീറ്റുകൾ എന്ന് പറയപ്പെടുന്ന 300 ആണോ 400 ആണോ എന്ന് മാത്രമേ അറിയേണ്ടതായി ഉള്ളൂ എന്നുമൊക്കെയാണ് SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അയോധ്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രാമക്ഷേത്രം ഉൾപ്പെടെയുള്ളവ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വളരെ ഗുണകരമാകുമെന്നും രാമനാമ ജപത്തിലൂടെ രാജ്യമൊട്ടാകെ BJP വലിയ തരംഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അതായത് മോദി സർക്കാർ വീണ്ടും വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. 400 സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് 300 സീറ്റ് കിട്ടുമെന്നാണ്. ഈ കാര്യത്തിലുള്ള ഒരു തർക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്, അതായത് 300 ആണോ 400 ആണോ എന്നുള്ളത്. മോദി തന്നെ അടുത്ത ടൈമിലും ഭരിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല എന്നും മെച്ചപ്പെട്ട ഭരണം ആയതിനാലല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലേറ്റുന്നത് എന്നും ചോദ്യങ്ങൾക്കുത്തരമായി തന്നെയാണ് ഇദ്ദേഹം ഓരോ കാര്യവും പറയുന്നത് വെള്ളാപ്പള്ളി. സത്യത്തെ സത്യം പോലെ കാണേണ്ടതല്ലേ? ജനവികാരം അവർക്ക് അനുകൂലമാണെങ്കിൽ അവരുടെ ഭരണം നല്ലതാണ് എന്ന് വേണം കരുതാനെന്ന് കൂടി വെള്ളാപ്പള്ളി പറയുന്നു. അയോധ്യയും പൗരത്വ ഭേദഗതി നിയമവും BJPക്ക് അനുകൂലമാകും. അയോധ്യ വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻപ് നമ്മുടെ അമ്മമാർ വൈകിട്ടൊക്കെ ഈ രാമനാമം ജപിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. പക്ഷേ അതിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അത് ഒരു ഹിന്ദുവിനും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയട്ടെ. രാമൻ എന്ന ആശയം പ്രചരിപ്പിക്കുക, രാമനാമം ജപിക്കുക, രാമക്ഷേത്രത്തിലൂടെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഏകീകരണം ഉണ്ടാക്കുക, അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇത് കേരളത്തിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പലരും പലതരത്തിലും പലതും പറയുന്നുണ്ട്. വിദേശത്തുള്ളവർ ഈ രാജ്യത്ത് കയറിക്കൂടി അതിൻ്റെ മറവിൽ ഇവിടുത്തെ ഭരണം ഹൈജാക്ക് ചെയ്യുവാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒന്നുകൂടിയാണ് ഈ നിയമം എന്ന് പറയപ്പെടുന്നത്. അതിനെ എതിർക്കേണ്ടതുണ്ടോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെയാണ് താൻ പിന്തുണയ്ക്കുന്നത് എന്നുള്ള സൂചന കൂടി വെള്ളാപ്പള്ളി നൽകി. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇക്കുറി UDFൻ്റെ കൂടുതൽ വോട്ടും ശോഭയ്ക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവർ ഈഴവ സ്ഥാനാർത്ഥി കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് വെള്ളാപ്പള്ളി. ശോഭാ സുരേന്ദ്രൻ ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു എന്നും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നതെന്നും മുമ്പ് LDFും UDFും ശക്തമായിരുന്ന മണ്ഡലത്തിൽ ഇന്ന് മൂന്നാമതൊരാൾ കൂടി എത്തിയിട്ടുണ്ടെന്നും അതൊരു വനിതയാണെന്നും അവർ ശക്തമായ പ്രകടനം നടത്തുന്നുണ്ടെന്നും പറയുകയാണ്. UDFൻ്റെ കുറേ വോട്ടുകൾ കൂടി ശോഭയ്ക്ക് കിട്ടാതിരിക്കില്ല എന്നും ഇടതുപക്ഷത്തു നിന്നുള്ള കുറച്ച് വോട്ടും അവർക്ക് കിട്ടുകയും ചെയ്യും. ശോഭയെ വളരെ കാലമായി അറിയാമെന്നും അവർ നല്ല ഒരു സംഘാടകയും നല്ല പ്രാസംഗികയും ആണെന്നും താനുമായി നല്ല അടുപ്പത്തിലുള്ളവരാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ആ ബന്ധത്തിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞാൽ അതും അവർക്ക് ഗുണകരമാവുക തന്നെ ചെയ്യുകയുള്ളൂ എന്നും തൻ്റെ പേര് പറഞ്ഞ് ശോഭ എവിടെയെങ്കിലും ചെന്നാൽ ആരും അവരെ ആട്ടി ഓടിക്കില്ല എന്നുകൂടി വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനവികാരം ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമാകുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിൽ മാത്രമല്ല, അതിൻ്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നു. ഏകദേശം 4-5 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുവാനുള്ള വകയുണ്ട് BJPക്ക് എന്നുള്ളത് തന്നെയാണ് ഇവിടെ SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനടക്കം BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ എന്തായാലും ജനവികാരം ദേശീയ ജനാധിപത്യത്തിന് സഖ്യത്തിന് അനുകൂലമാകുന്നതോടൊപ്പം കേരളത്തിലും BJPക്ക് ഒരു അനുകൂല തരംഗം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.